അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ പാർലിജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 3 പാക്കറ്റ് പാർലിജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 10 രൂപയുടെ 3 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പാർലിജി ബിസ്ക്കറ്റിന് പകരമായിട്ട് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബിസ്ക്കറ്റ് 3 പാക്കറ്റും പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് നല്ലോണം പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ബാച്ചായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പൊടിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പൊട്ടിച്ച് വെച്ച ബിസ്ക്കറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബിസ്ക്കറ്റിൽ ആവശ്യത്തിന് മധുരമുണ്ട്. നിങ്ങൾക്ക് ചെറിയ ജാറിലാണെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഫുള്ളായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ബിസ്ക്കറ്റ് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ബിസ്ക്കറ്റ് പൊടിക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. രണ്ടാമത്തെ ബാച്ചിൽ വീണ്ടും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ബേക്കിംഗ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് കൂടി പോകരുത്, 2 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അരിപ്പയിൽ വെച്ച് തന്നെ ഈ ബേക്കിംഗ് സോഡയും ഉപ്പും നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റും ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഉപ്പും ബേക്കിംഗ് സോഡയും ബിസ്ക്കറ്റിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ കട്ടകൾ നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ച് നോക്കിയിട്ട് ലാസ്റ്റിൽ എത്രയാണെന്ന് പറഞ്ഞു തരാം. 250 ml കപ്പിന് 1 കപ്പ് പാൽ ഇതാ ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കുക. ആ 1/4 കപ്പ് ഫുൾ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. നിങ്ങൾ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പാലൊഴിച്ച് കൊടുത്താൽ മതി. ഒരുമിച്ച് അങ്ങ് പാലെടുത്ത് ഒഴിക്കരുത്. ഈ ഒരു രീതിക്ക് ബിസ്ക്കറ്റിൻ്റെ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒഴുകി പോകുന്ന ഈ ഒരു രീതിക്ക് അതുവരെ നമുക്ക് പാലൊഴിച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ നേരിട്ട് ബിസ്ക്കറ്റിലേക്ക് പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് പൊടിഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യിന് പകരം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലിരിക്കുന്ന ബട്ടർ എടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ബട്ടർ ചേർത്ത് കൊടുക്കാൻ. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് എണ്ണ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. വാനില എസൻസിനും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഏതാണോ ഫ്ലേവർ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ല ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിന്റെ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി.
പെട്ടെന്ന് സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പാർലെ-ജി ബിസ്ക്കറ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എണ്ണയാണ് ഇതിൽ ചേർത്തെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നെയ്ത എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ നെയ്യോ എണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മൈദ തട്ടിക്കളഞ്ഞാൽ മതി. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് നെയ്യോ എണ്ണയോ ബ്രഷ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം ഈ വെയിറ്റ് എടുത്ത് മാറ്റുക. വെയിറ്റ് നമുക്ക് ആവശ്യമില്ല. കുക്കർ നേരിട്ടല്ല സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു തവ ചൂടാക്കാൻ വെക്കുക. അത് നമ്മൾ കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ തവയോ അല്ലെങ്കിൽ പാനോ എന്തെങ്കിലും ചൂടാക്കാൻ വെക്കുക. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി ഇതുപോലെ പുക വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ കുക്കർ വെച്ച് കൊടുക്കാൻ. തവ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും കോട്ടിംഗ് പോയ തവയോ ദോശയൊക്കെ ചുടുന്ന ഇരുമ്പിന്റെ തവയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് നല്ലോണം ചൂടാക്കുക. ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം കുക്കർ വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് ബേക്കായിട്ടുണ്ടോയെന്ന് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒരു കത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിന് മാവ് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിലൊക്കെ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നല്ലോണം ബേക്കായിട്ടുണ്ട്. ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് ഈ തവയിൽ നിന്ന് കുക്കർ എടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ഈ കേക്കിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം സൈഡൊക്കെ വിട്ട് തന്നെ ഇരിപ്പുണ്ട്. സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ദാ ഇനി കുക്കർ മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. കുക്കർ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ദാ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ മെല്ലെ എടുത്ത് മാറ്റാം. അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി കേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കത്തി തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ വശവും ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്ത കേക്കിൻ്റെ പീസ് അങ്ങ് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർലെ-ജി ബിസ്ക്കറ്റ് കൊണ്ട് തുച്ഛമായ വിലയിൽ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. തൊടുമ്പോൾ തന്നെ മുറിഞ്ഞു വരുന്നത് കണ്ടില്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പാർലെ-ജി ബിസ്ക്കറ്റ് ആണ് കൊണ്ട് ഈ കേക്ക് തയ്യാറാക്കിയെന്ന് പറയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ എന്തായാലും പാർലെ-ജി ബിസ്ക്കറ്റ് കൊണ്ട് ഇതുപോലെ കേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്